ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിന് പബ്ലിക് എക്സാമും അതിൻ്റെ ടഫ്നെസ്സും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ അധികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പബ്ലിക് എക്സാമിൻ്റെ നിലവാരം വളരെയധികം ഉയർന്ന ഒരു വർഷമാണ് ഈ വർഷത്തെ കേരള പ്ലസ് ടു പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബോട്ടണി തുടങ്ങിയ സബ്ജക്റ്റുകൾ വളരെ ടഫായിട്ടുള്ള പേപ്പറുകളാണ് വന്നത്. അതായത് സാധാരണ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലായിരുന്നില്ല ക്വസ്റ്റ്യൻ വന്നിരുന്നത്. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും ന്യൂമറിക്കലായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു CBSE ലെവലിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ ഇഷ്യൂകളും അതുപോലെ ചർച്ചകളുമാണ് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. അതുപോലെ എന്താണ് പത്രമാധ്യമങ്ങളൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സയൻസ് വിഷയങ്ങളൊക്കെ പാടായിരുന്നു, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾ വളരെ അധികം ടഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വർഷം വന്നത് എന്നൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടിയൊരു തിരിച്ചടി പോലെയാണ്. കാരണം അതായത് മോഡൽ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു പാറ്റേൺ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു പാറ്റേൺ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രിപ്പയർ ചെയ്യാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതുക എന്ന് പറയുന്നത്. ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എഴുതി അതായത് ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിച്ചവർക്കൊക്കെ ഒരു നിരാശയായിരിക്കും ഈ ഒരു പേപ്പർ എഴുതിയത് കൊണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ എത്ര ടഫാകുന്നു അത്രത്തോളം വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും, എന്തായാലും ഷുവറായിരിക്കും. കാരണം ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ എഴുതുക, അപ്പോൾ എന്തായാലും മിക്ക കുട്ടികൾക്കും എന്താണ് അധികമൊന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ വാല്യുവേഷൻ എന്തായാലും ലിബറലാക്കാൻ സാധ്യതയുണ്ട്. എല്ലാ വർഷവും അതുപോലെ സംഭവിക്കാറുണ്ട്. പണ്ട് തൊട്ടേ എക്സാം ടഫാകുമ്പോൾ, അതായത് ഇത്രമാത്രം ടഫ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ടഫാകുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എന്താണ് വാല്യുവേഷൻ കുറച്ചുകൂടി ലിബറലായിരിക്കും. അത്ര ടഫായിട്ട് ടൈറ്റായിട്ട് നോക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു വാല്യുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും ടഫസ്റ്റായിട്ട് വന്നിട്ടുള്ള പേപ്പറുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്ലസ് ടു സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സിൻ്റെ ബിസിനസ് സ്റ്റഡീസും കുറച്ച് ടഫായിരുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സ്റ്റുഡൻസ്. കാരണം ടഫസ്റ്റ് ആവുന്നതോറും നമ്മുടെ വാല്യുവേഷൻ എന്തായാലും ലിബറൽ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അത്ര അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട മാർക്ക് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. സോ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. സോ കോൺഫിഡൻസ് ആയിട്ട് എല്ലാവരും ഇരിക്കുക. ഒരു നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും. താങ്ക് യു.